പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവം വീണ്ടും ഒരു പ്രഭാതം നൽകി നമ്മെ വിശുദ്ധീകരിക്കുക. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഇന്ന് അവിടുന്ന് നമ്മെ നയിച്ചു. സകല പ്രപഞ്ച വസ്തുക്കളോടും പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാം ചേർന്ന് നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൂടെ പ്രഭാതത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ലോകത്തിലുള്ള എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിഷൻ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അവിടെ ആയിരിക്കുന്ന ജനങ്ങളോട് ചേർന്ന് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയും വചനം പങ്കുവയ്ക്കുകയും അവർക്ക് വേണ്ടി തങ്ങളുടെ തന്നെ ജീവിതങ്ങളെ സമർപ്പിച്ച് ത്യാഗത്തോടെ സഹനത്തോടെ ജീവിക്കുന്ന എല്ലാ മിഷണറിമാരെയും, ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ നമുക്കിന്ന് ഓർക്കാം. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നിയോഗമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായിട്ട് സമർപ്പിക്കാം. പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയെ പ്രത്യേകം സമർപ്പിക്കാം. ഇതുവഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലൂടെ വലിയൊരു ആത്മീയ ഉണർവ്, അഭിഷേകം, ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും വിടുതലും വലിയൊരു ശാന്തതയും സന്തോഷവും നൽകുവാനായി ഞങ്ങളിൽ നിറയണമേ. തിരുവചനം ഞങ്ങളിൽ നിറയ്ക്കണേ. തിരുവചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നമുക്ക് തിരുവചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, രണ്ടാമത്തെ ലേഖനം, 3-ാം അധ്യായം 10 മുതൽ തിരുവചനങ്ങൾ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, 3-ാം അധ്യായം 10 മുതൽ തിരുവചനങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം ഇത് അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അതായത് അലസൻ്റെ സ്വഭാവം അലസതയാണ്. അലസതയിൽ നിന്ന് ഓടി അകലണം. അലസതയുണ്ടെങ്കിൽ അധ്വാനിക്കാൻ പറ്റൂല. ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, നമുക്കറിയാം. കാര്യം പറഞ്ഞാൽ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അധിക ദിവസങ്ങൾ, അധിക മണിക്കൂറുകളൊന്നും പോകില്ല. നമുക്ക് വിശക്കാൻ തുടങ്ങും. വിശപ്പ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അധ്വാനിക്കാത്ത ഒരു മനുഷ്യൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളാലാകും വിധത്തിൽ അധ്വാനിക്കണം, അധ്വാനത്തിന് പ്രാധാന്യം നൽകണം. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവമഹത്വത്തിനായിട്ട്, സഹോദരങ്ങളുടെ നന്മയ്ക്കായിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ നന്മ ചെയ്യാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അതാണ് അതിൻ്റെയൊക്കെ അർത്ഥം. വീണ്ടും തിരുവചനം പഠിപ്പിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഇടപെടും, എന്നാൽ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ അലസരായി കഴിയുന്ന ചിലർ, അലസതയുള്ള ചിലരൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയുള്ളവർക്ക് പല കാര്യങ്ങൾക്കും അവരെന്തെങ്കിലും ഒഴികഴിവുകൾ പറയും. എല്ലാത്തിലും എക്സ്ക്യൂസ് എടുക്കും. പറയുന്ന പല കാര്യങ്ങൾ, എന്തെങ്കിലും എമർജൻസി ആയിട്ട് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നാൽ അത് ചെയ്യാൻ പറ്റൂല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. തക്ക സമയത്ത് അവർ അപ്രത്യക്ഷരായിത്തീരും. അങ്ങനെയുള്ളൊരു സ്വഭാവ രീതി അത് ദൈവീകമല്ല എന്ന് ഈശോ ഇന്ന് നമ്മെ പഠിപ്പിക്കുക. അത് അലസരായി കഴിയുന്നവരുടെ ഒരു സ്വഭാവമാണ് ഇതെന്നാണ് പറയുന്നത്. ഒഴികഴിവുകൾ പറയുക, അങ്ങനെ മാറി നിൽക്കുക, അത്തരത്തിലുള്ളൊരു ജീവിത രീതി, അങ്ങനെയുള്ളവർ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുകയില്ല. തിരുവചനം പറയും, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. സാത്താൻ കടന്നു വരാനും ഉപദ്രവിക്കാനും ദൈവകൃപയിൽ നിന്ന് അകറ്റാനും ഇതൊക്കെ കാരണമായി തീരുമെന്ന് തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു, അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. എങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അധ്വാനത്തിന് വിലയുണ്ട്. അധ്വാനിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഒരു പക്ഷേ നമ്മൾ അധ്വാനിച്ചിട്ട് എനിക്ക് ഇത്രയേ കിട്ടിയല്ലോ എന്നോർത്ത് നിരാശപ്പെടണ്ട. നമ്മൾ അധ്വാനിച്ചോ എന്നുള്ളതാണ് കർത്താവ് കണക്കിലെടുക്കുന്ന കാര്യം. നമുക്ക് ലഭിച്ചത് ഇരട്ടി അനുഗ്രഹമാക്കി ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നൽകിക്കൊള്ളും. കർത്താവ് നമ്മുടെ ഹൃദയം നോക്കുന്നു, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ അധ്വാനിക്കുവാനുള്ളൊരു മനസ്സുണ്ട്, അധ്വാനിക്കുവാനുള്ളൊരു താല്പര്യമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിടത്തും നാം പരാജയപ്പെടുകയില്ല. ഈ ലോകത്തിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റൂല. കാരണം കർത്താവ് നമ്മോടൊത്തുണ്ട്. അവനോടുകൂടി നാം അധ്വാനിച്ചാൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാവില്ല. നമ്മുടെ അലസതയെ എടുത്തു മാറ്റി ഏറ്റവും താല്പര്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ആത്മാർത്ഥമായി ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായിട്ട് നാം ചെയ്യുകയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ ആനന്ദം നൽകും,
സമാധാനം നൽകും. അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഇന്ന് ഈശോ നമ്മോട് പറയുന്നു അത് തന്നെയാണ്. അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ അധ്വാനത്തിന് പ്രാധാന്യം നൽകണം. പൂർണ്ണമായും ദൈവീക പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറണം. ഒരു മനുഷ്യനെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി പല കാര്യങ്ങളും ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ആ ഉപാധികളിലൂടെ എല്ലാം അവൻ അനുഗ്രഹം പ്രാപിക്കണം. അതിലൊരു മാർഗമാണ് നന്നായി അധ്വാനിക്കുക എന്നുള്ളത്. ആ അധ്വാനത്തിന് പ്രാധാന്യം നൽകി പ്രാർത്ഥനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നന്നായി അധ്വാനിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് നല്ല സന്തോഷം ലഭിക്കും. നല്ല സന്തോഷം ലഭിക്കുന്ന മനുഷ്യന് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെല്ലാം, കുടുംബജീവിതത്തിൽ എല്ലാം ഈ ഒരു സന്തോഷം നിറയുവാൻ നമുക്ക് അധ്വാനിക്കുന്നവരായി തീരാം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി തീരാം. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരായി തീരാം. നാം അധ്വാനിക്കുന്നവരായി തീരുകയും ദൈവീക പദ്ധതിയുടെ ഭാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മോട് കൂടെയുള്ളവർക്ക് ഈ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. അധ്വാനിക്കുന്നവർക്കാണ് ഫലമുണ്ടാവുന്നത്. ആ ഫലം അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ ഉള്ള വ്യക്തിബന്ധങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ സമൂഹത്തിൽ നിറയപ്പെടും. കാരണം ഒരു വശം മറ്റുള്ളവരുടെ അധ്വാനമാണ് നമ്മെ ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നാം തന്നെ അധ്വാനിച്ച് ഒരിക്കലും നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മുടെ അപ്പനും അമ്മയും അധ്വാനിച്ചതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്നു. നാം അധ്വാനിക്കുന്നതുകൊണ്ട് നമ്മുടെ മക്കൾ ജീവിക്കുന്നു, സഹോദരങ്ങൾ ജീവിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളവർ ജീവിക്കുന്നു. അപ്പോൾ ഇതൊന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരും ആർക്ക് വേണ്ടി മാത്രവും അധ്വാനിക്കുന്നില്ല, ആരും ആർക്ക് വേണ്ടി മാത്രവും ജീവിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ജീവിക്കണമെന്ന സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാവരോടും ചേർന്ന് നിന്ന് അധ്വാനത്തിൻ്റെ മഹത്വത്തിന് പ്രാധാന്യം നൽകി ദൈവകൃപയിൽ ആയിത്തീരുവാൻ തക്കവിധം ആ ഒരു തീക്ഷ്ണതയാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഒരനുഗ്രഹമാണിത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം കണ്ടത്, അലസരായി കഴിയുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ പറയുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കണം. ശാന്തരായി ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. സന്തോഷത്തോടെ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. അലസരായി കഴിയുന്നവരായി തീരാതെ സന്തോഷമുള്ളവരായി തീരണം, സമാധാനമുള്ളവരായി തീരണം. പ്രിയപ്പെട്ടവരെ, ശക്തമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അധ്വാനിക്കാതിരിക്കുമ്പോൾ ഒരു നിരാശ നമ്മൾ അറിയാതെ കടന്നു വരും. സമയം വെറുതെ പാഴാക്കിയല്ലോ, എൻ്റെ ജീവിതം വെറുതെ പാഴാക്കുകയാണല്ലോ, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മെ അലട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ടത് പൂർണ്ണമായും ഈ മേഖലയെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. ഈശോ തൻ്റെ ജീവിത കാലഘട്ടങ്ങളിലെല്ലാം രാത്രിയും പകലും അധ്വാനിച്ചിട്ടുണ്ട് എന്ന് തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ച് തൻ്റെ ദൗത്യം ഭൂമിയിൽ ആരംഭിച്ചു. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ അവൻ വീണ്ടും പോവുകയാണ്. മലമുകളിലേക്ക് കയറി പിതാവിൻ്റെ അടുത്ത് വീണ്ടും പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവനും അവൻ അവിടെയായിരുന്നു പ്രാർത്ഥിക്കുന്നു എന്ന വചനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നേ എന്തിനു വേണ്ടിയാ? നൽകപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവ് അധ്വാനിക്കുക, കർത്താവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ വരുന്ന സഹനം അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈശോ പൂർണ്ണമായും ആ ബോധ്യത്തോടെ ആ സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഓരോ നിമിഷവും പരിശ്രമിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഒരു നല്ല മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്.
നമുക്കും ഈശോയോട് ചേർന്ന് അധ്വാനിക്കുന്നവരായി, അധ്വാനത്തിന് മഹത്വം നൽകുന്നവരായി, അധ്വാനിക്കുന്നവരെ മാനിക്കുന്നവരായി നമുക്കും മാറാം. ചിലരൊക്കെ അധ്വാനിക്കുന്നവരെ കളിയാക്കും, അവരെ നോക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്തും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും അധ്വാനിക്കുന്നവരെ മാറ്റി നിർത്തേണ്ടവരല്ല. മറിച്ച് അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവിക പദ്ധതിയുടെ ഭാഗമായ ഈ ഒരു ജീവിത സാഹചര്യത്തെ അനുഗ്രഹമാക്കാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളിൽ അലസതയൊക്കെ വിട്ടുപോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അധ്വാനശീലം നമ്മിൽ വളർത്തിയെടുക്കാൻ, മടി, നിരുത്സാഹം നമ്മിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർക്കാം. നമ്മളൊരു പക്ഷേ ശാരീരികമായി രോഗത്തിലോ വേദനയിലോ ഒക്കെ ആണെങ്കിൽ ആ രോഗപീഠകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ശാരീരികമായ അസ്വസ്ഥതകളെ കർത്താവിന് സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗം നമുക്കൊന്ന് ഓർക്കാം. ലോകത്തിലുള്ള എല്ലാ മിഷണറിമാരെയും ഓർത്ത് അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അവരുടെ ജോലി മേഖലകളെ സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷാ മേഖലകളെ സമർപ്പിക്കാം. അവരുടെ രോഗപീഠകളെ സമർപ്പിക്കാം. അവരുടെ അധ്വാനത്തെ നമുക്ക് ഓർക്കാം. അധ്വാനിക്കുവാനുള്ള കൃപയും ശക്തിയും ശാരീരികമായ സൗഖ്യവും കർത്താവെ എല്ലാ മിഷണറിമാർക്കും നൽകണമേ എന്ന് അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും, കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുണ്ടാവാം, അതേപോലെ തന്നെ ആശുപത്രികളിലുള്ള കിടപ്പ് രോഗികളുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്, രോഗികളായി മരുന്ന് വാങ്ങാൻ സാധിക്കാതെ ആ രോഗവുമായി കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിലും അധ്വാനശീലത്തിലും വളർന്നു വരുവാനായി കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അതുപോലെ തന്നെ പഠന മേഖലകളുണ്ട്, ജോലി മേഖലകളുണ്ട്. ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പേരിൻ്റെ കാരണബോധരായ വിശുദ്ധർ, ഇടവകയുടെ മധ്യസ്ഥരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഇവരുടെ എല്ലാം മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. എല്ലാവരോടും ചേർന്ന് സകല വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും ഈ ശുശ്രൂഷയെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഇന്നേ ദിവസം സാധിക്കുന്നത്രയും ഒരു ജപമാലയോ കരുണ ജപമാലയോ ഒരു കുരിശിൻ്റെ വഴിയോ ഒക്കെ ചൊല്ലി പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് ത്രിയേക സർവേശ്വര പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, കൃപകൾ നൽകണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.
ഹൃദയം തുടിക്കുന്ന നേരം മനമേ വാഴ്ത്തിടുമോ? നാവിൽ അണയുന്ന എൻ ദിവ്യകാരുണ്യനാഥനേ, അധരം വിതുമ്പുന്ന നേരം മനമേ ഓർത്തിടുമോ? നിനക്കായി ബലിയായൊരാ ക്രൂശിത നിന്റെ ത്യാഗം. നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. തളർന്നുലഞ്ഞു പോയ ചിറകുമായി നിന്റെ സ്നേഹചില്ലയിൽ ഞാൻ വന്നണയുമ്പോൾ, തളർന്നുലഞ്ഞു പോയ ചിറകുമായി നിന്റെ സ്നേഹചില്ലയിൽ ഞാൻ വന്നണയുമ്പോൾ, ഞാനേറ്റ വെയിലിനു തണലായൊരു മൃദു താവക കരാങ്കുല സ്പർശമേകിടുമോ? നിൻ തളിരിലെ കൊമ്പിലെ കുളിരേൽക്കുമെന്നുടെ സങ്കടക്കാർമേഘം പെയ്തൊഴിഞ്ഞിടുമോ? മിഴികളിൽ മാറിവിൽ തിളങ്ങിടുമോ? മിഴിവേറും വർണ്ണങ്ങൾ തെളിഞ്ഞിടുമോ? നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. രോമകൂപം പോലും നിണമുതിർന്ന രാവിൽ ഗെത്സെമനിയിൽ നാഥനേകനാ. രോമകൂപം പോലും നിണമുതിർന്ന രാവിൽ ഗെത്സെമനിയിൽ നാഥനേകനാ. യാചിച്ച ജീവനെ താതൻ വെടിഞ്ഞിട്ടും തിരുഹിതം നിറവേറാൻ സർവം സഹിച്ചില്ലേ? നമ്പര കണ്ണീരിൻ പാനപാത്രം നാഥ സ്വീകരിക്കാനെന്നും ബലമേകിടേണമേ. നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. നീയറിയാത്തൊരു വേദനയുണ്ടോ? കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധമാകുമേ അൾത്താരയിൽ. ഹൃദയം
തുടിക്കുന്ന നേരം മനമേ വാഴ്ത്തിടുമോ നാവിൽ അണയുന്ന എൻ ദിവ്യകാരുണ്യനാഥനേ അധരം വിതുമ്പുന്ന നേരം മനമേ ഓർത്തിടുമോ നിനക്കായി ബലിയായൊരാ ക്രൂശിത നിന്റെ ത്യാഗം ക്രൂശിത നിന്റെ ത്യാഗം തിരുസഭയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടുകുത്തുവാനായിട്ട് പരിശ്രമിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാപ്പോലീത്തമാരോടും എല്ലാ മെത്രാന്മാരോടും സന്യാസ സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് നിന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ശിംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.